സിയാച്ചിൻ ഇന്ത്യയുടെ ധൈര്യത്തിന്റെ ധീരതയുടെ തലസ്ഥാനമാണ്. സിയാച്ചിനിലെ പട്ടാളക്കാർ രാജ്യത്തിന്റെ ജീവശ്വാസവുമാണ്. നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ സന്ദർശിച്ചു കഴിഞ്ഞു. മേഖലയിലെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സൈനിക തയ്യാറെടുപ്പുകളും അവലോകനം ചെയ്തിട്ടുണ്ട്. തന്ത്രപ്രധാനമായ മേഖലയിൽ ഓപ്പറേഷൻ മേഘദൂതിന്റെ 40ാം വാർഷികം ഇന്ത്യ ആചരിച്ചതിന് തൊട്ടു പിന്നാലെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയ്ക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് മന്ത്രി സിയാച്ചിൻ സന്ദർശനം നടത്തിയത്. അത് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയ്ക്കൊപ്പം പ്രതിരോധ മന്ത്രി മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വ്യോമ നിരീക്ഷണത്തിന് ശേഷം രാജ്നാഥ് സിംഗ് കഠിനമായ കാലാവസ്ഥയിലും ഭൂപ്രദേശങ്ങളിലുമൊക്കെ വിന്യസിച്ചിരിക്കുന്ന സൈനികരുമായി സംവദിക്കുകയും ചെയ്തു. കാരക്കോറം പർവ്വതനിരകളിൽ ഏകദേശം 20,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഹിമാനികൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ സൈനികർക്ക് മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റുമൊക്കെ നേരിടേണ്ടി വരും. അതികഠിനമായ ത്യാഗം സഹിച്ചാണ് ഇന്ത്യൻ പട്ടാളക്കാർ അതിർത്തിയിൽ സദാ ജാഗരൂകരായി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സൈന്യം സിയാച്ചിനിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. സിയാച്ചിൻ ഹിമാനിയുടെ മേലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണം സമാനതകളില്ലാത്ത വീര്യത്തിന്റെയും അതുപോലെ നിശ്ചയദാർഢ്യത്തിന്റെയും കഥ മാത്രമല്ല, മറിച്ച് സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും ലോജിസ്റ്റിക്കൽ മെച്ചപ്പെടുത്തലുകളുടെയും അവിശ്വസനീയമായ ഒരു യാത്രയാണ് രേഖപ്പെടുത്തുന്നത്. അത് ഏറ്റവും ശക്തമായ ഭൂപ്രദേശങ്ങളിൽ നിന്ന് സിയാച്ചിനെ അചഞ്ചലമായ ചൈന്യത്തിന്റെയും നവീകരണത്തിന്റെയും പ്രതീകമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഡൽഹി ദേശീയ തലസ്ഥാനവും മുംബൈ സാമ്പത്തിക തലസ്ഥാനവും ഒക്കെ ആയതുപോലെ സിയാച്ചിൻ ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഇന്ത്യയുടെ തലസ്ഥാനമെന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ധീരരായ സൈനികർ അതിർത്തികളിൽ ഉറച്ചു നിൽക്കുന്നത് അവരുടെ ശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്ന ഉറപ്പുള്ളതിനാൽ തങ്ങൾ സമാധാനപരമായ ജീവിതം നയിക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. വരും വർഷങ്ങളിൽ ദേശീയ സുരക്ഷയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ മഞ്ഞുമൂടിയ തണുത്ത ഹിമാനിയിൽ നമ്മുടെ സൈനികരുടെ ധീരതയും ഇരുമ്പ് മൂടിയ ഇച്ഛാശക്തിയും അഭിമാനത്തോടെ ഓർക്കുമെന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. 1984 ഏപ്രിൽ 13 പാകിസ്ഥാനെ നേരിടാൻ ലോകത്തിലെ ഏറ്റവും ഉയർന്നതും തണുപ്പുള്ളതുമായ യുദ്ധഭൂമിയിൽ 15,000 അടി മുതൽ 22,000 അടി വരെ ആധിപത്യമുള്ള മിക്കവാറും എല്ലാ ഉയരങ്ങളും ഇന്ത്യൻ സൈന്യം കൈവശപ്പെടുത്തി. അത്രത്തോളം ധീരതയും കരുത്തും ധൈര്യവും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം സൈനികർക്ക് വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിച്ചത് എന്നത് എടുത്തു പറയണം. സൈനികരുടെ പ്രവർത്തന സന്നദ്ധതയെക്കുറിച്ചും നിലവിലുള്ള സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വിശദമായ ആശയം ലഭിച്ചിട്ടുണ്ട്. പ്രവർത്തന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട വശങ്ങളും അദ്ദേഹം കമാൻഡർമാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. 1984 ഏപ്രിൽ 13 സിയാച്ചിനിൽ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനെ രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമായിട്ടാണ് രാജ്നാഥ് സിംഗ് വിശേഷിപ്പിക്കുന്നത്. ഓപ്പറേഷൻ മേഘദൂതിന്റെ വിജയം നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സിയാച്ചിൻ തന്ത്രപ്രധാനമായ അതികഠിനമായ മേഖലയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. വടക്കൻ ഹിമാലയത്തിലെ കാരക്കോറം പർവ്വതനിരയിലാണ് സിയാച്ചിൻ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനുമായുള്ള നിയന്ത്രണ രേഖയ്ക്ക് അടുത്താണ്. ഇന്ദിരാ കോളിലാണ് ഇതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലം. ചൈനയുമായും പാകിസ്ഥാനുമായുമുള്ള അതിർത്തികൾ കാരണം ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബാറ്റിൽ ഫീൽഡ് എന്ന് വിളിക്കപ്പെടുന്നതിന് സിയാച്ചിൻ ഗ്ലേസിയറിന് തന്ത്രപരമായ പല കാരണങ്ങളുമുണ്ട്. 84 ഓപ്പറേഷൻ മേഘദൂതിന്റെ ഭാഗമായിട്ട് സിയാച്ചിൻ ഗ്ലേസിയർ ഇന്ത്യ വിജയകരമായി പിടിച്ചടക്കിയതോടുകൂടിയാണ് സംഘർഷങ്ങൾ കൂടുതൽ കടുത്തത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ സുപ്രധാനമായ തീരുമാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിന്റെ സ്ഥാനത്തെ പറ്റി പറയുമ്പോൾ പാകിസ്ഥാൻ നിയന്ത്രിത ഭൂമിക്കും ചൈനീസ് അധീനതയിലുള്ള ആക്സായ് ചിനിനും ഇടയിലാണ് ലഡാക്ക് വരുന്നത്. അപ്പോൾ തന്നെ ചിന്തിക്കാം എത്രത്തോളം സങ്കീർണമാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ലഡാക്ക് ഏറെ സൈനിക പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ്. ചൈന ഇവിടെ സ്ഥിരം പ്രകോപനങ്ങളും സൃഷ്ടിക്കാറുണ്ട്. 2020 മെയ് മാസത്തിൽ ലഡാക്ക് സെക്ടറിലെ സൈനിക തർക്കം ആരംഭിച്ചത് മുതൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതി സംഘർഷഭരിതമാണ് താനും. ഇരുപക്ഷവും ഗണ്യമായ എണ്ണത്തിൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ അടുത്തിടെ ഇന്ത്യ ഉദ്ഘാടനം ചെയ്ത സെലാ ടണൽ പോലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തന്ത്രപരമായ പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ സിയാച്ചിനിലെ പട്ടാളക്കാരെ കാണാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി എത്തുന്നതും ഇത്തരത്തിൽ സൈനികർക്ക് വേണ്ട പിന്തുണയും
അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. ഓരോ വരവും വലിയ പ്രതീക്ഷ തന്നെയാണ് സൈനികർക്ക് സമ്മാനിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനികർ ശക്തരായി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സുഖമായി ഉറങ്ങുന്നത്. അത് രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞത് ഏറെ പ്രാധാന്യത്തോടെ തന്നെ വേണം നോക്കിക്കാണാൻ. കൊടും തണുപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധമാണ് അതിർത്തിയിൽ സൈനികർ ഇന്ത്യക്കായി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ രംഗത്ത് ശക്തമായ നീക്കങ്ങളാകും ഇനിയും ഉണ്ടാവുക. രാജ്യസുരക്ഷ തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണന.